ऑपरेशन सिंदूर आतंक के खिलाफ भारत की नीति है. മൊബൈലിലാണ് ന്യൂസ് കാണുന്നത് വെച്ചിട്ട് കണ്ടന്റ് ഞാനാ പ്രൊവൈഡ് ചെയ്യുന്നത്. Jointly investigating this heinous and barbaric attack in Pahalgam. ടിവിയെ സംബന്ധിച്ചിടത്തോളം ബാർക്കേഴ്സ് ഓൺലി കറൻസി. ഏഷ്യൻ ന്യൂസിനെ സ്നേഹിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. എന്നാലും ഇവരെല്ലാവരും ഞങ്ങളെ കാണുന്നുമുണ്ട്. താങ്കളൊരു ടി വിയുടെ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ ആ മുമ്പിലിരുന്ന് കഴിഞ്ഞാൽ ആരാ ആദ്യം വന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്ന ഒരു CSR ആക്ടിവിറ്റി ആയിട്ടല്ല തുടങ്ങുന്നത്. 10 കോടി രൂപ കൊടുത്തിട്ട് ലാൻഡിംഗ് പേജ് വാങ്ങിച്ചാൽ ആ 10 കോടി രൂപ എങ്കിലും റവന്യൂ ഉണ്ടാവണ്ടേ? Where do we draw a line? Personally, I disagree with a lot of things that's happening. ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ അത് എവിടം വരെ പോകണം? ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജേർണലിസ്റ്റിൻ്റെ ജോലിയല്ലല്ലോ. എല്ലാ ചാനലും ഉണ്ടല്ലോ. പിന്നെ ഗ്രൗണ്ട് സീറോയിലും ആൾക്കാരെ വിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുള്ളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതാണോ ജേർണലിസം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സംതിങ്ങിനും എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് വാർത്ത വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഒരു ആദ്യത്തെ ഒരു അര മിനിറ്റ് 1 മിനിറ്റ് കൂടുതലിനകത്ത് ആൾക്കാർ നിൽക്കുന്നില്ല. ചാനലുകളിൽ ഞങ്ങൾ കാണിക്കുന്ന ആവേശമൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കില്ല. ഇത് ഈ 24 hours ഈ ആൾക്കാർ ഇതിന് മുമ്പിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വേറെ പണികളില്ലേ? വാർത്തകളുടെ കുത്തൊഴുക്കിനിടയിലും മാറാത്ത മായാത്ത പേര് ഏഷ്യാനെറ്റ് ന്യൂസ്. കോളേജ് അധ്യാപകനായി തുടങ്ങി ബാങ്ക് ജോലി വഴി ചാനലിലേക്ക് വന്ന് പിന്നീട് CEO പദവി വരെ എത്തിയ അതിന്റെ അമരക്കാരൻ. നമ്പർ 1 ആയി തുടങ്ങുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായ 1-ാം നമ്പർ നിലനിർത്തുക എന്ന ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സാരഥി ഫ്രാങ്ക് P. തോമസ്. സാറ് ഏഷ്യാനെറ്റ് പോലൊരു മാധ്യമ സ്ഥാപനത്തിലേക്ക് എത്തുന്ന കാലത്ത് ഇങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഒരു അനാർക്കിസ്റ്റുകളുടെ കൂടാരം എന്നറിയപ്പെട്ടിരുന്ന കാലമാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു ബാങ്കിലെ പ്രവൃത്തി പരിചയം കൊണ്ട് വന്ന സാറ് അവിടെ നിർവഹിച്ചതൊരു ഹെഡ് മാസ്റ്റർ റോളാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏഷ്യാനെറ്റിലൊരു സിസ്റ്റം സാർ ഉണ്ടാക്കി കൊണ്ടുവന്നത്? ഏഷ്യാനെറ്റിൻ്റെ ആരംഭത്തിൽ ഞാനതിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആരംഭത്തിൽ അതിനകത്തുള്ള അതിൻ്റെ രൂപീകരണത്തിലോ അതിനകത്ത് വരുന്ന മാൻ പവറിൻ്റെതിലോ ഒന്നും ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നില്ല. ഏഷ്യാനെറ്റ് എയറിൽ പോയത് 93 ഓഗസ്റ്റിലാണ് ഏഷ്യാനെറ്റ് എയറിൽ പോകുന്നത്. അതൊരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ ദിവസമുള്ള വെച്ച് പോയിരുന്നുള്ളൂ. ഇന്ത്യയിൽ നിന്നത് അപ്ലിങ്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോസ്കോയിൽ നിന്നും പിന്നീട് ഫിലിപ്പീൻസിൽ നിന്നും പിന്നെ സിംഗപ്പൂരിൽ നിന്നും പിന്നെ ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞു. അതിൽ പോയിരുന്നു. അതിൽ ആദ്യ ഘട്ടത്തിലൊന്നും പിന്നെ ഞാനതുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നില്ല. അന്നുണ്ടായിരുന്ന ആൾക്കാർ ഏഷ്യാനെറ്റ് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു വികാരമായിരുന്നില്ല. പല അതിലുള്ള ആൾക്കാർ, സാഹിത്യകാരന്മാരും ഫിലിം പ്രൊഡ്യൂസേഴ്സും പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ആർക്കിസ്റ്റും അരാജകത്വമുള്ള ആൾക്കാർ അധികം വരെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വരുന്നത് കഴിയുമ്പോഴത്തേക്കുള്ളത് എല്ലാവരും സീരിയസ് പ്രൊഫഷണലായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നാണ് ഇത് രൂപീകരിക്കപ്പെടുന്നുള്ളത്. അതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ നിന്നുള്ളതായിരുന്നു. അപ്പോൾ ഷെയർ ഹോൾഡിങ് പിന്നെ ശശികുമാറിൻ്റെയും ഡോക്ടർ രജിമേനൻ്റെയും കയ്യിലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഫേമസ് ആയിരുന്ന പല വ്യക്തികളും ഇൻവോൾവ് ആയിരുന്നു. പി ഭാസ്കരൻ ഇൻവോൾവ് ആയിരുന്നു, പിന്നെ സക്കറിയ അത് ഇൻവോൾവ് ആയിരുന്നു, AR ഭാസ്കരൻ ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. പ്രത്യേക ശാസ്ത്രമൊന്നോ എന്നുള്ളതല്ല. അന്നൊരു പുതിയൊരു ഓൾട്ടർനേറ്റീവ് വരുന്നു. ആ ഓൾട്ടർനേറ്റീവിൻ്റെ ആ ചലഞ്ചിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ളതും അതിന് പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് ഇല്ലായിരുന്നല്ലോ വരുമ്പം. ആ ഫോർമാറ്റ് ഇല്ലാത്തപ്പം അതിനൊരു ഷേപ്പ് കൊടുക്കുകയും കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഇതിരുന്നു. അത് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്ന ആൾക്കാരൊക്കെ അതിൽ പിന്നെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് പോയൊരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഏഷ്യാനെറ്റിലേക്ക് വരുന്നത് ഏഷ്യാനെറ്റിൽ നിന്ന് ശശികുമാർ പോയതിന് ശേഷം ഡോക്ടർ രജിമേനൻ ചെയർമാനായിരിക്കുകയും പിന്നെ പുതിയൊരു ഡയറക്ടർ ബോർഡ് ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്തെന്ന മാനേജ്മെൻറ്റിൽ ചേഞ്ച് വന്നതിന് ശേഷമാണ് അടുത്ത ഫേസിലാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുന്നുള്ളത്. അതിനു മുമ്പ് അകലെ നിന്ന് കാണുകയോ ഒക്കെ ചെയ്യുന്നതല്ലാതെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് സമയമായിരുന്നില്ല. അന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ എന്ന് പറയാനായിട്ട് ആ സമയത്ത് സൂര്യ വന്നു. സൂര്യ വരുമ്പോൾ
പുതിയൊരു ചാനൽ വരുമ്പോഴത്തേക്കുള്ള അവർക്കുള്ള കുറച്ച് സ്ട്രെങ്തുകളുണ്ടല്ലോ, ആ സ്ട്രെങ്തുകൾ വെച്ചിട്ട് അവർ പിന്നെ മാർക്കറ്റിൽ കുറച്ച് കോമ്പീറ്റ് ചെയ്തു. ആ സമയത്ത് ഏഷ്യാനെറ്റിന് കുറച്ച് ഫൈനാൻഷ്യൽ ടൈറ്റ്നസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം, ഐ തിങ്ക് 2000-ലാണെന്ന് തോന്നുന്നു, പുതിയ ഫിലിംസ് ഇറങ്ങുന്നത് ഏഷ്യാനെറ്റ് വാങ്ങിച്ചില്ല. അപ്പോൾ ആ ഇറങ്ങിയ പുതിയ ഫിലിംസ് എല്ലാം സൂര്യ വാങ്ങിച്ചു. ചാനലിലൊരു ഫ്രഷ്നെസ് വരണം എന്നുണ്ടെങ്കിൽ പുതിയ മൂവീസ് ഉണ്ടെങ്കിൽ എന്നത് നടക്കുമായിരുന്നുള്ളൂ. അപ്പം ഒരുപാട് മൂവീസ് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും പുതിയ മൂവീസ് സൂര്യയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൂര്യയ്ക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി. ഏഷ്യാനെറ്റ് സെക്കൻഡ് പൊസിഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വന്നു. അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റ് വീണ്ടും അഗ്രസീവായിട്ട് മാർക്കറ്റിൽ വരികയും പിന്നെ ഒരിക്കലും സറണ്ടർ ചെയ്യാണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അന്നൊരു ഫുൾ ടൈം ചാനലായിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൽ 2-3 ബുള്ളറ്റിനുണ്ടല്ലോ, ആ ബുള്ളറ്റിനുകൾ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ വരുന്ന ബുള്ളറ്റിൻസ് മാത്രമായിട്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് വന്നിരുന്നത്. പിന്നീടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു 24 hours ന്യൂസ് ചാനലായിട്ട് മാറുന്നത്. ആദ്യം എൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്വൈസർ ബോർഡ് എന്ന് പറഞ്ഞായിരുന്നു. 2006 വീണ്ടും ഇതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു. 2006 ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏഷ്യാനെറ്റിൻ്റെ ഷെയർ എടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാത്രമല്ല, ഏഷ്യാനെറ്റിൻ്റെ. അന്ന് ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാസ് പാർട്ട് ഓഫ് ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. മറ്റ് 2 ചാനലായിരുന്നപ്പോഴും അതിൻ്റെ ബാലൻസ് ഷീറ്റും ഫൈനാൻസും എല്ലാം പിന്നെ ഒന്നിച്ച് തന്നിരുന്ന അതായിരുന്നു. ഒരു സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായിരുന്നില്ല. 2006 പുതിയ ഓണർഷിപ്പ് വന്നു. അങ്ങനെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്നത് ചെയ്തു. 2008-2009 കാലത്താണ് ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഡീമാർജ് നടക്കുന്നത്. ഡീമാർജ് നടന്നപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഒരു ഭാഗവും ന്യൂസ് വേറൊരു ഭാഗമായി. അന്ന് അവർക്ക് നമുക്ക് റേഡിയോ ഉണ്ടായിരുന്നു, ബെസ്റ്റ് എഫ് എം എന്ന് പറയുന്നത്, ബെസ്റ്റ് എഫ് 95 എന്ന് പറഞ്ഞില്ല. അതിൽ രണ്ട് റേഡിയോ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, കണ്ണൂരും തൃശ്ശൂരും. റേഡിയോയും ന്യൂസും ഇത് മാറി. ആ സമയത്ത് അതിൽ വേറെ നമ്മൾ തന്നെ ടെലിപ്പോർട്ട് ഉണ്ടായിരുന്നു പുള്ളിയറക്കോണത്ത്. ആദ്യം മോസ്കോയിൽ നിന്ന് അപ്ലൈക്ക് ചെയ്തു, ഫിലിപ്പീൻസിൽ പോയി, സിംഗപ്പൂർ പോയി. പിന്നീടാണ് ഇന്ത്യയിൽ നിന്ന് അപ്ലൈക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ചെന്നൈ അടുത്ത് കൊരട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് അപ്ലൈക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ടൊരു ടെലിപ്പോർട്ട് പുള്ളിയറക്കോണത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് അപ്ലൈക്ക് ചെയ്തു. അതൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് മാറി. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏഷ്യാനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു കമ്പനിയായിട്ട് മാറി. ഇങ്ങനെ 4 കമ്പനിയായിട്ട് ഡീമാർജ് ചെയ്തു 2008-9. ഡീമാർജ് ചെയ്തതിന് ശേഷം എൻ്റർടൈൻമെൻറ്റ് ചാനലും ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റാർ എടുത്തു. എൻ്റെ ഷെയർസ് വേറെ സ്റ്റാർ ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോൾ അവരന്ന് ന്യൂസ് എടുത്തില്ല. ബിക്കോസ് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുമ്പോൾ ന്യൂസിൽ ഒരു ഫോറിൻ കമ്പനിക്ക് 26% കൂടുതൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ന്യൂസ് റിമെയിൻഡ് വിത്ത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ. റേഡിയോ ഓൾസോ റിമെയിൻഡ് വിത്ത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ബിക്കോസ് സ്റ്റാർ ഡിഡ്ന്റ് വാണ്ട് റേഡിയോ ബിസിനസ്. സോ ഇറ്റ്സ് റിമെയിൻഡ് വിത്ത് ജൂപ്പിറ്റർ. ഇൻഫ്രാസ്ട്രക്ചറും എൻ്റർടൈൻമെൻറ്റ് ചാനലെന്ന് വരുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റ് ഉണ്ട്, ഏഷ്യാനെറ്റ് പ്ലസ് ഉണ്ട്, ഏഷ്യാനെറ്റ് മൂവീസ് ഉണ്ട്. ഇത്രയും ഈ 3 ചാനലുകൾ പിന്നെ സ്റ്റാറിൻ്റെ ഉടമസ്ഥയിലാണ്. അതിനുശേഷം ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർ ഡിസൈഡ് ദാറ്റ് ഈസ് നോട്ട് ദ കോർ ബിസിനസ്. അതുകൊണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കേണ്ടതെന്ന് വെച്ചിട്ട് ദാറ്റ് കമ്പനി വാസ് ഓൺഡ്. നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇറ്റ് കണ്ടിന്യൂഡ്. റേഡിയോ വി ഡിസൈഡഡ് അലോണ്ട്. അടുത്ത റിന്യൂവലിൻ്റെ സമയത്ത് വന്നപ്പോൾ വി ഡിഡ്ന്റ് റിന്യൂ ഇറ്റ്, വി സൈലൻ്റ്ലി ക്ലോസ്ഡ് ഇറ്റ്. ഇപ്പോൾ ഇൻഡിഗോ റേഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയോകളുണ്ട്. ആ റേഡിയോ ഈസ് സെപ്പറേറ്റ്. സോ ദോ ഇറ്റ് കംസ് അണ്ടർ ദ ഗ്രൂപ്പ്. അതാണ് വരുന്നൊരു എവല്യൂഷൻ വരുന്നത്. സാറ് ജോയിൻ ചെയ്ത കാലത്ത് നിന്ന് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ അന്നുണ്ടായിരുന്നൊരു ബിസിനസ് മാർക്കറ്റ് എങ്ങനെയാണ്, ഇപ്പോഴുള്ള മാർക്കറ്റ് എങ്ങനെയാണ്? അത് കൂടുതൽ വളരുകയാണോ ഉണ്ടായിട്ടുള്ളത്, അവസരങ്ങൾ കൂടുകയാണോ ചെയ്തിട്ടുള്ളത്? ചാനലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചായിട്ടും കേക്കിൻ്റെ സൈസ് മാറണമെന്നില്ല, അല്ല അത് മാറത്തില്ല. സോ കൂടുതൽ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് ദ സെയിം ഇതിൽ നിന്ന് വേണം എന്താണ് ഷെയർ ചെയ്യാനുള്ളത് വരുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നത് അഗൈൻ ഡിപ്പെൻസ് ഓണിനു. പിന്നെ ആ അഡ്വർടൈസർക്ക് എവിടെ റീച്ച് കിട്ടും, അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് വരുള്ളൂ. മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത് ഇറ്റ്സ് എ സ്ലോ പ്രോസസ് അല്ലേ. there was a time when the market used to grow by about 20% വെച്ചാൽ അതിനെ പോരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വന്നപ്പോൾ യു ഹാവ് സ്റ്റാർട്ടഡ് സോർട്ട് ഓഫ് നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ആ സ്ഥിതി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിനകത്ത് ദർ ആർ ഡിഫറെൻറ്റ് ചാനൽസ് ഉള്ളത്. ഡിഫറെൻറ്റ് ചാനൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉള്ളത്. ന്യൂസിൻ്റെ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ദാറ്റ്സ് ഗ്രോയിങ്. അപ്പോൾ അതിൻ്റെ പൈ ഫോർ TV വിൽ ബി
മീന ഒരു ഇത് വരുമ്പോഴത്തേക്ക് പ്രിൻറ്റിൻ്റെ ഒരു വന്നപ്പോഴത്തേക്ക് ഒരു സമയത്ത് പ്രിൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നോ ദേർ വാസ് യു ഹാഡ് ഓൺലി വൺ പ്ലാറ്റ്ഫോം ടു അഡ്വർടൈസ് യുവർ പ്രോഡക്റ്റ്. അല്ലേ, അത് കഴിഞ്ഞപ്പോൾ ടി വി വന്നപ്പോൾ ടി വിയിലൊരു ഇതുണ്ടായിരുന്നു. ദെൻ യു ഡിജിറ്റൽ കംസ്, അതിന് വേറൊരു ഇതും കൂടെ വരും. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കംപ്ലീറ്റ് പിന്നെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയും ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്യണമെന്നില്ല. ഈ മാർക്കറ്റിലേക്ക് വരുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അഡ്വർടൈസേഴ്സ് വരുന്നത്. ഇപ്പം ഞാനൊരു ഇൻ്റർനാഷണൽ ചാനലാണെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്ലെയർ ഉണ്ടല്ലോ, ഒരു ലോക്കൽ പ്ലെയർ വരുമ്പോൾ ആ ലോക്കൽ പ്ലെയറിന് ഇറ്റ് ഡസൻ നീഡ് എ വൈഡർ ഓഡിയൻസ്, അത് വരുന്നില്ല. അപ്പോൾ അവർ നാച്ചുറലി ഉണ്ടല്ലോ, ഒരു തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു റീറ്റെയിലർ ആണെങ്കിൽ അയാളുടെ പ്രോഡക്റ്റ് അയാൾ തിരുവനന്തപുരത്ത് മാത്രം എത്തിച്ചാൽ മതി. അത് അയാൾ പിന്നെ ബോംബെയിലും ഡൽഹിയിലും ഒന്നും എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് മച്ച്. അപ്പോൾ ഇവിടെ ഇത് മാത്രം അവർക്ക് ഇത്രയും മതിയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ റേറ്റ് കുറയ്ക്കാനും പറ്റില്ല, അല്ലേ. അവിടെ അവർക്ക് വേണ്ട ഒരു ലോക്കൽ ചാനലായിരിക്കും, അല്ലെങ്കിൽ ലോക്കലി കേറ്റർ ചെയ്യുന്ന വേറൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അവർക്ക് അവിടെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയില്ല. മാർക്കറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് യൂസേഴ്സ് ആർ ഗ്രോയിങ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ആർ ഡിഫറെൻറ്റ്. ആ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നത് എവിടെ റീച്ച് ചെയ്യണമെന്നുള്ള ആ ഓപ്ഷൻ അനുസരിച്ച്, അവർ ചോയ്സ് അനുസരിച്ചായിരിക്കും എടുക്കുന്നുള്ളത്. ഞാൻ മുഴുവൻ ഞാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസർക്ക് എൻ്റെ ആവശ്യമില്ല അതിന്, അല്ലേ. അതുകൊണ്ട് അയാൾ എൻ്റെ അടുക്ക് വരില്ല. പക്ഷെ പണ്ട് വാർത്തകൾക്കിടയിലെ അഡ്വർടൈസ്മെൻറ്റ് സ്ലോട്ടുകളുടെ എണ്ണവും കുറവായിരുന്നു. ഇന്ന് കൂടുതൽ. ഇന്നിപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ആക്ച്വലി. നേരത്തെ അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു റെഗുലേറ്ററി റെസ്ട്രിക്ഷൻ ഉള്ളതനുസരിച്ചാണെങ്കിൽ നമുക്ക് 6 മിനിറ്റ് കൂടുതലൊരു ഹാഫ് ആൻ അവറിൽ യു കനോട്ട് ഹാവ് മോർ ദാൻ 6 മിനിറ്റ്സ്. പക്ഷേ അത് ചലഞ്ച് ചെയ്തിട്ട് ദസ് എ കേസ് പെൻഡിങ്, അത് കോടതിയിലിരിക്കുന്നതാണ്. അതുകൊണ്ടത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ട്രൈ ഈസ് ഫോളോയിങ് ദാറ്റ്, അല്ലേ. എല്ലാ ആഴ്ചയിലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കണം. ഒരു സീൽ കവറിൽ കൊടുക്കണം. നമ്മൾ എത്ര സെക്കൻഡ്സ് യൂട്ടിലൈസ് ചെയ്തു, എത്ര ഇതുണ്ടായിരുന്നു, അത് കൊടുക്കണമല്ലോ. അത് കോടതി വിധി വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വരുള്ളൂ. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചിലരുണ്ടല്ലോ 9 മിനിറ്റ് വരെ പോവും, ചിലർ 10 മിനിറ്റ് വരെ പോവും, അങ്ങനെയുള്ള പോവും. പക്ഷേ അതൊരു സെൽഫ് റെസ്ട്രിക്ഷൻ വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ അരമണിക്കൂറിൽ 20 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചാൽ പിന്നെ കണ്ടൻറ്റിന് സ്ഥലമില്ലല്ലോ. ആ കണ്ടൻറ്റിന് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറയത്തില്ലേ. സോ നാച്ചുറലി ഇതിൽ കൺട്രോൾ, ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ ഉണ്ടാവും അവിടെ. പരസ്യത്തിൻ്റെ അകത്ത് സൈസ് ഇതിനകത്തുള്ള കൂടും, സൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടി. പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടുമ്പം ഈ കൂടുന്നത് മുഴുവനും അതാവണമെന്നില്ല, പിന്നെ ഒരാളുടെ ഇതിലേക്ക് വരണമെന്നില്ല. പിന്നെ ലീഡിങ് പ്ലേയേഴ്സ് ആയിരിക്കും മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പുതിയ പ്രോഡക്ട്സ്, പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞിട്ടേ മാർക്കറ്റ് ഗ്രോ ചെയ്യുള്ളൂ. മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു സം എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലീഡിങ് പ്ലേയേഴ്സ്. ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വാർത്താ പ്രേക്ഷകരും ഇന്ന് വാർത്തയ്ക്കുള്ള പ്രേക്ഷകരും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ടാർഗറ്റ് ഓഡിയൻസിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് കാണുന്നത്? കാണികൾക്ക് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുണ്ട്, അവരുടെ ടാലൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമുണ്ട്. ഇതെല്ലാം പിന്നെ അതിന് ആ ബേസിക് റിക്വയർമെൻറ്റ് മാറുന്നില്ല. ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോംസിൽ മാറ്റം വന്നിട്ടുണ്ട്. കണ്ടൻറ് ഇല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസ് ഒന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ കണ്ടൻറ്റിനകത്ത് വരുമ്പോൾ അതിൽ എല്ലാ പ്ലേയേഴ്സിനും റോളുണ്ട്. മൂവി കാണേണ്ട ആൾക്കാർക്ക് മൂവി മാത്രം കണ്ടാൽ മതി. മൂവി ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പൊളിറ്റിക്സാണൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് മാത്രമായിരിക്കും വരുന്നുള്ളത്. അപ്പോൾ അതെവിടെ ആര് ബെറ്ററായിട്ട് ഡെലിവറി ചെയ്യുന്നു എന്നുള്ള അതനുസരിച്ച് പോകുന്നുള്ളൂ. പിന്നെ വേറെന്നുള്ളത് ഒരുപാട് ആൾക്കാരിപ്പോൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടൻറ്റുകളിലെ റിലയബിലിറ്റി ഉണ്ടല്ലോ, അതിനകത്തേയും റിലയബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒരു ആൻസറബിൾ അല്ലാത്ത ഓതേഴ്സ് വരും ഇവിടെ. ഈ പ്ലാറ്റ്ഫോംസ് ചേഞ്ച് ചെയ്യുമ്പം യു ഡു നോട്ട് നോ ഹൂ ഇറ്റ് ഈസ്. ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നാൽ യു ക്യാൻ ട്രേസ് ഇറ്റ് ബാക്ക് ടു ആൻഡ് ദെൻ പുട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓൺ എൻ ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ ആ ചാനൽ എന്നുള്ളറിയാം, ആ ചാനൽ ആര് ചെയ്തു എന്നുള്ളറിയാം. ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കാണ് ദർ ആർ ലോട്ട് ഓഫ് റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് ഉള്ളുണ്ട്. അതനുസരിച്ചിട്ടും പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഈ പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നതിൽ പലപ്പോഴും എന്ന് വെച്ചാൽ അൺലെസ് അത് ഈ പ്രൊമോട്ടറോ അല്ലെങ്കിൽ അതിനകത്തെ പ്ലേയേഴ്സോ അൺലെസ് ദേ ഹാവ് ദെയർ ഓൺ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഉണ്ടാകും. സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, വരുമ്പോഴത്തേക്കൊരു ക്വിക്ക് റിട്ടേൺസിന് വേണ്ടിയിട്ട് പീപ്പിൾ ഡു മെനി തിങ്സ്. അതിൻ്റെ ആ റെഗുലേറ്ററി മെക്കാനിസം ആവശ്യമുണ്ടെങ്കിൽ സെൽഫ് റെഗുലേഷനാണ് എപ്പോഴും നല്ലത്. അത് എക്സീഡ് ചെയ്യുമ്പോൾ എപ്പോഴും
എക്സ്റ്റേണൽ റെഗുലേറ്ററി അതോറിറ്റി വേണ്ടി വരും. അത് ഡെവലപ്പ് ചെയ്തില്ലാത്തൊരു കാലത്ത് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ റിലയബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആസ് യു സെഡ് ഇറ്റ്സ് ട്രൂ ദാറ്റ് നോ പീപ്പിൾ ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. പക്ഷേ ഞാൻ പിന്നെ മൊബൈലിലാണ് ന്യൂസ് കാണുന്നത് വെച്ചിട്ട് കണ്ടന്റ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാറ് പറയുന്നത് റിലയബിലിറ്റി ആംഗിളാണ്. അപ്പം ഞാൻ അതിൻ്റെ തന്നെ ഒരു മീഡിയം ആംഗിളാണ് ചോദിക്കുന്നത്. അതായത് ഓഫ് കോഴ്സ് ദ ന്യൂസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ യു, പക്ഷേ അവരത് കാണുന്നത് കൺവെൻഷണൽ മാധ്യമത്തിലല്ല, വേറെ ഒരു ഫോർവേഡഡ് മെസ്സേജ് ആയിരിക്കാം, ഒരു വീഡിയോ ആയിരിക്കാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് ലേബിൾഡ് ആസ് ഏഷ്യാനെറ്റ് ന്യൂസ്. പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റ് നടക്കുന്നത് ആ ഒരു വ്യൂവർഷിപ്പിൻ്റെ മുകളിലല്ല. ആക്ച്വലി ഇത് എങ്ങനെ കൺവെൻഷണൽ മീഡിയത്തിൽ കാണുന്നു എന്ന് വെച്ച് മാത്രമായിരിക്കും ഇപ്പം നടക്കുന്നത്. ബാർക്ക് പോലുള്ള സംവിധാനങ്ങൾ ബാർക്കേസ് പിന്നെ ടി വിയെ സംബന്ധിച്ചിടത്തോളം ബാർക്കേസ് ഓൺലി കറൻസി. ഇപ്പോൾ അതിനകത്ത് മെഷർ ചെയ്യാവുന്ന ഒരു കറൻസി തന്നെ ബാർക്കേ ഉള്ളൂ. പക്ഷേ അത് തന്നെ നോ എഫേർട്സ് ആർ ബീങ് മെയ്ഡ് ടു ഇൻക്ലൂഡ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. ഈ വ്യൂവേഴ്സിനകത്ത് വരുന്നതോ DTHൽ വരുന്നതോ OTT പ്ലാറ്റ്ഫോംസിൽ വരുന്നതോ മറ്റുള്ളതിനകത്ത് വരുന്നുണ്ടല്ലോ. ദാറ്റ് എഫേർട്സ് റിസർച്ച് ഈസ് ഗോയിങ് ഓൺ ഹൗ ടു ഇൻക്ലൂഡ് ദാറ്റ് ഫോർ മിനാസ് പിന്നെ വാട്ട് മെഷറിങ് യുവർ വ്യൂവർഷിപ്പ് അത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറ്റ് ദ മോമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഇറ്റ്സ് ട്രൂ, വരുന്നതിനകത്തില്ല. എൻ്റെ വ്യൂവർഷിപ്പ് ഞാൻ ബാബു അത് മൊബൈലിൽ കണ്ടിരുന്നാൽ ഇത് കാണില്ല എന്നുള്ളത്. മറ്റു മാധ്യമങ്ങൾ ഇപ്പം യൂട്യൂബ് ആയാലും അതിലെ ലൈവുകളായാലും ഒക്കെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന നമ്പേഴ്സ് എത്രമാത്രം റിലയബിൾ ആണ് എന്നുള്ളൊരു കാര്യത്തിലൊരു ഡിബേറ്റ് ഉണ്ട്. അത് എനിക്കറിയില്ല. ചില ദിവസം നോക്കുമ്പോൾ ചിലയിടത്ത് രാത്രി 12 മണി വരെ 50,000 60,000 നിൽക്കും. 1 മണിയാകുമ്പോഴത്തേക്ക് 4,000 താഴെ പോകും. പിന്നെ 6 മണിയാകുന്നവരെ അതുപോലെ നിൽക്കും. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്ക് ഇത് 60-70 പിന്നെ മുകളിലേക്ക് പോകും. അതെന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എനി സിസ്റ്റം ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. ആ മാനിപ്പുലേഷനകത്തുള്ളതുണ്ടല്ലോ അതിനകത്ത് ദർസ് എ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ് ദിസ് തിങ്. അതെങ്ങനെ ഒരു ബിസിനസ് മോഡലാവുമോ എന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അതൊരു ബിസിനസ് മോഡലായിട്ട് കൊണ്ടുപോകുന്നത്. 1-ാം സ്ഥാനത്തേക്ക് എത്തുക എന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആ 1-ാം സ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ സാറിൻ്റെ ഒരു എഫേർട്ടുകൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? 1-ാം സ്ഥാനം നിലനിർത്തുക എന്നുള്ളതല്ല അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് വേണ്ടിയിട്ട് അത് ഫസ്റ്റ് പ്രയോറിറ്റി ആകുമ്പോഴാണ് യു വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആർ നോട്ട് ഐഡിയൽ തിങ്സ്. നേരോടെ നിർഭയം നിരന്തരം എന്നുള്ള ആ ടാഗ് ലൈനിലാണ് പോകുന്നത്. അതിനോട് കഴിയുന്നത്ര നീതി പുലർത്താനായിട്ടുണ്ടല്ലോ നമ്മൾ ശ്രമിക്കുന്നുള്ളുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനെ സ്നേഹിക്കുന്നവരുണ്ട്, പിന്നെ എതിർക്കുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. എന്നാലും ഇവരെല്ലാവരും ഞങ്ങളെ കാണുന്നുമുണ്ട് പിന്നെ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലേ, ഞങ്ങളെ കാണുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി മോശം എഴുതത്തില്ലല്ലോ, അല്ലെങ്കിൽ നല്ലത് എഴുതത്തില്ലല്ലോ. നമ്മളെ ബോയ്ക്കോട്ട് ചെയ്യാത്ത ആൾക്കാരെല്ലാം രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും പല മത നേതാക്കളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടല്ലോ, അവരെ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നതല്ല അച്ഛൻ, അങ്ങനെയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഒരു പരമ്പരാഗതമായ ജേർണലിസ്റ്റിക് വ്യൂ ആയിരിക്കാം. ഭരണാധികാരികളോടൊപ്പം അല്ല നിൽക്കേണ്ടത്, ജനങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കേണ്ടതെന്നുള്ളതുണ്ടല്ലോ. ആ വിശ്വാസം ഇപ്പോഴും തുടരുന്ന ഒരു കൾച്ചറാണ് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ളത്. അവസരവാദപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങോ ജേർണലിസമോ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതുവരെ വന്നിട്ടില്ല. ജനങ്ങളോടാണ് പ്രതിബദ്ധത എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള രാഷ്ട്രീയവും വ്യൂസും ഒക്കെ ഉണ്ടാവും. പക്ഷേ വൺസ് യു ആർ ഇൻ ഏഷ്യാനെറ്റിലുണ്ട് ആസ് എ പ്രൊഫഷണൽ വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, യു ഡു ഇറ്റ് പ്രൊഫഷണലി. നമ്മളുടെ വ്യൂസ് പറയാനായിട്ടല്ല, എന്താണ് വാസ്തവം എന്നുള്ളതുണ്ടല്ലോ. വാർത്ത കൊടുക്കുകയാണ്, വ്യൂസ് കൊടുക്കുക എന്നുള്ളതല്ല. 1-ാം സ്ഥാനത്ത് എത്തുക, അത് നിലനിർത്തുക എന്നൊരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് ശേഷമുണ്ടായ കോമ്പറ്റീഷൻ ചാനലുകൾ പലതും ചിലതിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഏതൊരു ന്യൂസും ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ആര് എന്നതിലാണല്ലോ ഇപ്പോഴത്തെ മത്സരം നടക്കുന്നത്. അപ്പോൾ ആ മത്സരം നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചിലപ്പോൾ ചില ഘട്ടത്തിലെങ്കിലും ഒരുപടി പിന്നിലാവുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ്. പിന്നീട് വന്ന ചില ചാനലുകളെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം ബ്രേക്ക് ചെയ്യാം, ഞാൻ അഥവാ അതിൽ പ്രശ്നമുണ്ടെങ്കിൽ പിന്നീട് നോക്കാം, അതിൽ പിന്നീട് മാപ്പ് പറയുകയോ എന്താ ചെയ്യാം എന്നുള്ളൊരു നിലപാടിലേക്ക് പോയ ചരിത്രമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെ അതിനകത്ത് കൊടുക്കുമ്പോൾ വാർത്ത കൊടുക്കുമ്പം അത് വെരിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. വെരിഫൈ ചെയ്തിട്ട് ശരിയായിട്ടുള്ള വാർത്ത പോകണമെന്നുള്ളതാണ് നമ്മളുടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പോളിസികൾ വരുന്നത്. അതിനിപ്പോൾ ഒത്തിരി താമസം വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, താമസിച്ചാലും വാർത്ത ശരിയായിരിക്കണം എന്നുള്ള അച്ഛനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വാർത്ത കൊടുത്താൽ വേറൊരു ധൈര്യമായിട്ട് എടുത്തിട്ടും ഇത് കൊടുക്കാം. പക്ഷേ വേറൊരു വാർത്ത കാണുമ്പം ഞങ്ങൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. അല്ലേ, അത് വരുമ്പോഴത്തേക്ക് നമ്മൾ
വാർത്ത വെരിഫൈ ചെയ്തതിന് ശേഷം കൊടുക്കുക എന്നുള്ളത്. പിന്നെ വേറെ എന്നുള്ളത് ഈ 5 മിനിറ്റ് നേരത്തെ ഡിലേ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ ഒരു 5 TV ഒന്നിച്ച് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ആദ്യം വന്നല്ലേ അവസാനം വന്നതെന്ന് മനസ്സിലാവും. താങ്കളൊരു TV മുമ്പിലിരിക്കുകയാണ്, അപ്പോൾ ആ മുമ്പിലിരുന്ന് കഴിഞ്ഞാൽ ആരാ ആദ്യം വന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എപ്പോഴും, നല്ല അറിയുള്ളൂ. അതൊരു വലിയൊരു ഇതല്ല എന്ന് വെച്ചാൽ അതിന് പ്രാധാന്യം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഈ എല്ലാ പ്രാവശ്യവും 5 മിനിറ്റ് കൂടുമ്പോൾ മാപ്പ് പറയുന്നതിനേക്കാളും നല്ലത് 5 മിനിറ്റ് ഡിലേഡ് ആയിട്ട് വാർത്ത കൊടുക്കുന്നതല്ലേ നല്ലത്. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഈ പറഞ്ഞ മത്സരത്തിലുണ്ടാവുന്ന പിന്നാക്കാവസ്ഥകൾ നമ്മൾ നേരിടാൻ തയ്യാറാണ്. വ്യൂവേഴ്സിന് അത് അറിയാൻ വെച്ചോളൂ നമ്മുടെ. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാണോ എന്നുള്ളതുണ്ടല്ലോ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇടയ്ക്ക് വന്നിട്ട് ഏഷ്യാനെറ്റൊന്ന് വെച്ച് നോക്കാം, ഉണ്ടോയെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുള്ളതുണ്ട്. ഞങ്ങളൊരു ശക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പം നമ്മൾ മലയാളികൾക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങളിലൊന്ന് ശ്യാമസുന്ദര കേദാര ഭൂമി എന്ന് പറയുന്ന അതിൻ്റെ തീം സോങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നീ പറയുന്ന മലയാളി പ്രൈഡ് അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ മക്കൾക്ക് അവരുടെ നാടുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആസ് എ ചാനൽ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഏഷ്യാൻ ന്യൂസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം എന്നുള്ളതല്ല, പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പ്രത്യേകിച്ച് ഈ പ്രവാസികളുണ്ടല്ലോ, നേരത്തെ അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ വരുമ്പം ഭാഷയായിട്ടൊരു ബന്ധമില്ലാതെ പോകുന്നുണ്ടായിരുന്നു, നാടുമായിട്ടൊരു ബന്ധമുള്ളതില്ല. അങ്ങനെ പലരും പറഞ്ഞിട്ട് പേരൻസോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളല്ലാതെ അതിനൊരു ദൃശ്യാനുഭവം ഇല്ലായിരുന്നു, ഭാഷയെപ്പറ്റി ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മലയാള ഭാഷയിലേക്ക് വരാനും മലയാള ഭാഷ പഠിക്കാനും തുടങ്ങിയത് ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം, ഏഷ്യാനെറ്റ് കാണാൻ തുടങ്ങിയതിന് ശേഷം. ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രത്യേകിച്ചല്ല, ആദ്യം ഏഷ്യാനെറ്റായിരുന്നു. ഏഷ്യാനെറ്റിൽ മൂവീസും മറ്റുള്ള പ്രോഗ്രാംസും ഇതെല്ലാം കണ്ട് അങ്ങനെ വന്നപ്പോൾ നാടുമായിട്ടുണ്ടല്ലോ ഒരു അടുപ്പം വന്നു. ഈ പറഞ്ഞ ഗാനം അല്ലെങ്കിൽ ആ മ്യൂസിക് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് വെച്ചിരുന്നതാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി മാത്രം നോക്കുള്ളതുകൊണ്ട് നേരോടെ നിർഭയം നിരന്തരം എന്ന് പറഞ്ഞിട്ട് വേറൊരു തീം സോങ് അത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബാബു പറഞ്ഞ പോലെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇതാണ് ഈ ശ്യാമസുന്ദര. ട്യൂൺ ചെയ്തതിനകത്തൊന്ന് അന്ന് എ റഹ്മാൻ ആദ്യകാലത്ത് ചെയ്തുള്ളതാണ്. അന്ന് മ്യൂസിക്കലായിട്ട് നല്ല ധാരണയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റേ ഐസക്കുട്ടപ്പള്ളിയും ഇവരൊക്കെ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഏഷ്യാനെറ്റ് തന്നെയുള്ളത്. ന്യൂസ് എന്ന സാധനം ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന രീതിയിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടോ? എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് അത് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെയുണ്ടല്ലോ, കോവിഡ് കാലത്തൊക്കെ അതുവരെ ന്യൂസ് ശ്രദ്ധിക്കാതിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ന്യൂസിലേക്കും കൂടെ വന്നു തുടങ്ങി. കാരണം പകൽ കാണുന്ന എൻ്റർടൈൻമെൻറ്റിനകത്തുള്ളത് രാത്രിയിൽ അവർ കണ്ടതിൻ്റെ എൻ്റെ റിപ്പീറ്റ് മാത്രമായിരിക്കും. അപ്പോൾ പിന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടല്ലോ ന്യൂസിനകത്തായിരിക്കും വരുന്നത്. ആ ഒരു ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള അവതരണ രീതികളും പിന്നീട് അതുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ ചാനലുകൾ വരുമ്പോഴത്തേക്ക് അവർ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളുണ്ട്. ആ പരീക്ഷണങ്ങളോട് നമുക്ക് വിരോധമൊന്നുമില്ല. നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നതിലുണ്ടല്ലോ, അതിന് ഏഷ്യൻ ന്യൂസിനും വിരോധമൊന്നുമില്ല. കാണുന്നതൊക്കെ അനുകരിച്ച് കഴിഞ്ഞിട്ട് ഒന്നുമല്ലാത്ത രീതിയിൽ പോകാനായിട്ടുള്ള അതിനുള്ള താല്പര്യമില്ല. ചിലതൊക്കെ അന്നേരത്തെ ഒരു ആവശ്യത്തിൽ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള വെച്ചിട്ട് പോവുള്ളൂ. വാർത്ത എന്ന് പറയുന്നത് അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ വാർത്ത അവതരിപ്പിക്കുന്നതുകൊണ്ടുള്ള ഇമ്പാക്റ്റും ആ വാർത്തയിലൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ട്, ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുന്നുള്ളൂ. ഇവിടെ ടെക്നോളജി ഉപയോഗിക്കണം, വിഷ്വൽ ക്വാളിറ്റിയിൽ മാറ്റം വരണം. അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ആ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ജനറലി ഇൻഡസ്ട്രിയിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അതിന് വേറെ സംശയമില്ലായിരുന്നില്ല. അത് നമ്മൾ കൊണ്ടല്ലോ അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനായിട്ടൊക്കെ നമുക്ക് വിരോധമൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഒരു പുതിയ ചാനൽ വരുമ്പം ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് മൂലധനത്തോടെയൊക്കെ ആയിരിക്കും ആളുകൾ വരുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഞാനത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോയി മൂലധനം ചോദിക്കാനായിട്ടുള്ള ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് റീഡിപ്ലോയ്മെൻറ്റോ റീഇൻവെസ്റ്റ്മെൻറ്റോ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുന്ന എനിക്കതിനകത്ത് ചെയ്യുമ്പോൾ ഇക്കണോമിക്കലായിട്ട് അത് ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ബിസിനസ് മോഡലാവുന്നത്, ഫൈനാൻഷ്യലി വയബിളാവുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയം തോന്നലുണ്ട്. അങ്ങനെ ഒന്നും അതിലേക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് പോകുന്നതിൽ കാര്യമില്ല. ഇതിനകത്തൊരു ബിസിനസ് എലിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റും. ഇതൊരു ചാനൽ തുടങ്ങുന്ന ഒരു CSR ആക്ടിവിറ്റി ആയിട്ടല്ല തുടങ്ങുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യാൻ കൊണ്ട് പോകുന്നുള്ള അതിൽ നിന്നൊരു ലാഭമോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയിട്ട് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലെങ്കിൽ തന്നെ ഇത് കൊണ്ടുപോകാനായിട്ടുള്ള അതിൻ്റെ ഒരു ഇൻകമെങ്കിലും വേണ്ടല്ലേ.
അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലാണോ വരുന്ന പല പുതിയ രീതികളെന്നുള്ളൊരു സംശയമുണ്ട്. സാർ നേരത്തെ പറഞ്ഞു നിർത്തിയെന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇപ്പോഴത്തെ കാലത്തെ ചില പുതിയ ചാനലുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളിലെ ചില ഡിപ്ലോയ്മെൻറ്റ് മെത്തേഡ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയില് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നതെന്ന് സംശയം തോന്നാം എന്ന അർത്ഥത്തിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ കണിശത അവിടെ പാലിക്കുന്ന ഒരാളാണ് ഒരു പരിധി വരെ, അല്ലേ? ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻറ്റുകളെ പലപ്പോഴും ചാനലിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിന് ഒരു പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റും? എന്താണ് എൻ്റെ ഒരു ഉദ്ദേശിക്കണമെന്നുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ? അല്ല, വരവല്ല അറിയാതെ ചിലവ് ചെയ്ത് നിന്നാൽ അധികം നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ ബാങ്കിൽ ബാലൻസ് കിടപ്പുണ്ടെന്ന് വെച്ചാൽ ആ ബാലൻസ് കംപ്ലീറ്റും ഏതെങ്കിലും ഒരു കാര്യത്തിനുണ്ടല്ലോ അതെങ്ങനെ അതിനകത്തുനിന്ന് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയാണ്ടുണ്ടല്ലോ. ആദ്യം നമ്മൾ കയറിയിട്ട് അത് കണ്ടു, അതിനൊരു പ്രപ്പോസൽ വന്നു, അതിനെ കൊടുത്തു, ഇവിടെ വേറൊരു പ്രപ്പോസൽ വന്നു, അതിന് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവസാനം യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. അത് കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും എന്തിനകത്താണെന്നുണ്ടെങ്കിലും അതിനൊരു പ്ലാൻ ഇല്ലാണ്ട് ചെയ്യുന്നത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ഒരു ഇവൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിനകത്ത് ചെയ്യുമ്പം അതിൻ്റെ എന്താണ് ഇത്ര എക്സ്പെൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി 25 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ആ 25 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒന്നുകിൽ ഞാനത് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം. ഇറ്റ്സ് മാർക്കറ്റിങ്ങുള്ളുണ്ട്, ചാനലിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതിനകത്തൊരു ഇത് വരുന്നില്ല. അതല്ലെങ്കിൽ അതിനൊരു പിയാനിൽ കാണണമല്ലോ. ഏത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുവർ ഇൻകം എക്സ്പെൻസ് എന്താണെന്നുള്ളത് വെച്ചിക്കണം. അതല്ലാതെ ചെയ്ത് പോകുമ്പോൾ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ. അങ്ങനെ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഡീപ്പ് പോക്കറ്റ്സ് ഉണ്ടാവണം. അവിടുന്ന് എത്രയാണെന്നുണ്ടെങ്കിൽ ഇടാൻ ഇട്ടിട്ട് പോയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തില്ല. അതേ സമയത്ത് വെൻ യു ആർ ഡൂയിങ് ഒരു ബിസിനസ്സായിട്ടുണ്ടല്ലോ ഇത് ചെയ്യുമ്പോഴത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊന്നും CSR ആക്ടിവിറ്റി അല്ലല്ലോ. CSR ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഫിറ്റിൽ നിന്ന് അല്ലേ CSR ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീപ്പ് പോക്കറ്റ്സ് യു ടേക്ക് ഇറ്റ് ഫ്രം ദേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു സാധനമാണ്, നിങ്ങളേതെങ്കിലും ഒരു ചാനൽ TV ഓൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ചാനൽ വരും, ലാൻഡിങ് പേജ് വരും അല്ലേ. ലാൻഡിങ് പേജ് എന്ന് പറയുന്ന ഒരു 1 വർഷം മുമ്പോ ഉണ്ടായിരുന്നൊരു സാധനമല്ല, ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നതല്ല. നമ്മൾ കേബിൾ ഓപ്പറേറ്റേഴ്സിന് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അവർ ചാർജ് ചെയ്യുന്നുള്ളുണ്ട്. പിന്നെ അവർ കണക്ഷന് വേണ്ടിയിട്ട് അവർ ഇത് വാങ്ങിക്കുന്നുള്ളുണ്ട്, അല്ലാണ്ട് ചാനലുകാർ പേ ചെയ്യുന്നുള്ളുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ യു ഹാവ് എ ലാൻഡിങ് പേജ്. ഈ ലാൻഡിങ് പേജ് വരുന്നതിനകത്ത് ദേ ആർ ആസ്കിങ് ഫോർ ഹെക്ടിക് ഒരു hefty എമൗണ്ട് അവർ ചോദിക്കുന്നുള്ളത്. ദേ ആർ പേയിങ് ഇറ്റ് ഓൾസോ. അവർ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് വരുന്ന പുതിയ പ്രൊമോട്ടേഴ്സ് ഉള്ളതുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് എന്താണെന്നുള്ളതുണ്ടല്ലോ, ഐ നോ വാട്ട് ഈസ് എ മാർക്കറ്റ്. ഇപ്പം ഒരു മലയാളം ചാനലിന് കിട്ടാവുന്നതിനകത്തുണ്ടല്ലോ, ഐ ഹാവ് ലാർജസ്റ്റ് മാർക്കറ്റ് ഷെയർ മലയാളത്തിലുള്ളതുണ്ടല്ലോ, മാർക്കറ്റ് ഷെയറുകളുണ്ട്. ആ മാർക്കറ്റ് ഷെയർ വച്ചിട്ട് വ്യൂവർഷിപ്പ് മാർക്കറ്റ് ഷെയറുകളുണ്ട്. ആ മാർക്കറ്റ് ഷെയർ വെച്ചിട്ടും ഈ ഒരു മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്ത് വരുന്ന ഫണ്ട്സ് എത്ര ഉണ്ടെന്ന് അറിയാം. അതിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ നിന്നൊരു ഇൻകം ഉണ്ടായി, റവന്യൂ ഉണ്ടായിട്ട് ആ റവന്യൂവിൽ നിന്നാണ് ഇത് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു എക്സ്പെൻസ് ഇൻക്രീ ചെയ്യാൻ പറ്റില്ല. ഒരു ബിസിനസ് മോഡലല്ല അത്. ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് റേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അത് വ്യൂവർഷിപ്പ് കൊണ്ട് കിട്ടുന്നതല്ല. അത് വരുന്നത് ഈ ലാൻഡിങ് പേജ് വന്നു, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, പിന്നെ അവിടെ ഇരിക്കും. വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഡെഫിനറ്റ്ലി ഗിവ്സ് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് ഒരു പ്ലെയറിന് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്നല്ലോ, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു ഡെവലപ്മെൻ്റ് ആയതുകൊണ്ടുള്ളത്. ദെൻ ഈ പ്ലസ് അഗൈൻ ഇറ്റ് ഗോസ് ടു സെക്കൻഡ് ലാൻഡിങ് പേജ് അല്ലേ. ഇതൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല. ദേ ആർ ചാർജിങ് വെരി ഹ്യൂജ് എമൗണ്ട് അല്ലേ. ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഒരു സാധനം വരുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ നിന്ന് എന്നോട് പറഞ്ഞു, എനിക്കിതുവരെ പറഞ്ഞ 20 കൊല്ലമായിട്ട് തന്നിരുന്ന എൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും 2 കോടി രൂപ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ 2 കോടി തന്നിട്ട് എന്ത് ചെയ്യാനുണ്ടാ? ഞാൻ ആ 2 കോടി തരണമെങ്കിൽ എൻ്റെ ബിസിനസ്സിനകത്തുണ്ടല്ലോ ഞാനൊരു 2 കോടിയെങ്കിലും ഉണ്ടാക്കണ്ടേ, അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാക്കാനല്ലേ. അല്ലാണ്ട് ഇവിടെ ഇരിക്കുന്നതിന് ബാക്കി ഇതിനകത്ത് വരുന്നിട്ട് ഞാനൊരു മാനേജ് കൊണ്ടുപോകുന്നൊരു ബിസിനസ്സിനകത്ത് ഇതെടുത്തിട്ട് മാറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ സം അതർ ആക്ടിവിറ്റി വിൽ സഫർ. അപ്പോൾ ഐ സർട്ടൻലി പുട്ട് മീ വെയർ എവർ യു വാണ്ട് അല്ലേ. അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ഐ നോ ദാറ്റ് ദർ ആർ സം ലോസസ് ദാറ്റ് വിൽ കമ്മിങ് ടു മീ. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നാലും ഐ വിൽ ബി ഫോഴ്സ് ടു കൗണ്ടർ ദാറ്റ്. ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇത് വന്നിട്ട് ഇപ്പോൾ 10 കോടി രൂപ കൊടുത്തിട്ട് ലാൻഡിങ് പേജ് വാങ്ങിച്ചാൽ ആ 10 കോടി രൂപയെങ്കിലും റവന്യൂ ഉണ്ടാവണ്ടേ, അഡീഷണൽ ആയിട്ട് ഉണ്ടാവണ്ടേ. അല്ലാണ്ട് എന്നേക്കാൾ കൂടുതൽ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റേറ്റിങ്ങിനകത്ത് വരുന്ന ഇപ്പം
6 മാസത്തേക്ക് എന്നേക്കാളും കൂടുതൽ റേറ്റിംഗ് വന്നെന്ന് വിചാരിച്ചും എൻ്റെ മാർക്കറ്റ് ഷെയറോ പോകാൻ പോകില്ല. ബിക്കോസ് അഡ്വർടൈസേഴ്സ് വിൽ ഡിസ്കൗണ്ട് ദാറ്റ്. അതുപോലെ തന്നെ ഓരോന്നും എടുക്കുമ്പോൾ ഞാനൊരു ഇവൻറ്റ് ചെയ്യുന്നു, ആ ഇവൻറ്റ് ചെയ്തെന്നാൽ അതിനൊരു മാർജിൻ ഇല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ട് കാര്യമില്ല. മീഡിയയിൽ നിലവിലെ സാഹചര്യത്തിൽ 2 തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന സാധനം ഹൈലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുതിയ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരീക്ഷണം. 2, കണ്ടന്റിനെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ ന്യൂസ് എത്തിക്സിനെതിരായിട്ടുള്ള പരീക്ഷണങ്ങൾ പോലും ആകാം. വാട്ട് യു ഡിഫൈൻ ആസ് ന്യൂസ് അല്ലാത്ത സാധനങ്ങൾ ന്യൂസ് എന്ന് പറഞ്ഞ് പ്രൈം ടൈമിൽ വരുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളാകാം. ഇതിൽ ആദ്യത്തെ ഭാഗം ടെക്നോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ലൈക്ക് XR, VR, AR എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മറ്റു ചാനലുകളുടെ ഒരു ക്വാളിറ്റിയോടൊപ്പം എത്താൻ വേണ്ടി അത്രയ്ക്കും അലൊക്കേഷൻസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ? അതോ അതിനൊരു പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ടെക്നോളജി ബേസിലുണ്ടല്ലോ, ഗ്രാഫിക്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ഇതുണ്ട്. പക്ഷേ ഞാനിത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഫീൽ ചെയ്ത് നിൽക്കുന്ന വിഷ്വൽസാണ് അല്ലേ. അതല്ലേ എൻ്റെ മജോറിറ്റി ഓഫ് ദ പോർഷൻ അതിനകത്ത് വരുന്നത് ഇവിടെ തന്നെ. ഇടയ്ക്ക് വരുമ്പോഴത്തേക്കാണ് ആങ്കർ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ വരുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ടെക്നിക്കലി നമ്മൾ വിഷ്വൽ ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സാധനം സ്ക്രീനിൽ ഒരു പ്രേക്ഷകന് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ക്യാമറാമാൻ്റെ എബിലിറ്റി എന്താണെന്നനുസരിച്ചുള്ളത് അതനുസരിച്ചുള്ള വിഷ്വൽസ് ആയിരിക്കും വരുന്നത്. അത് ആ എഡിറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്റഡ് എബിലിറ്റി അനുസരിച്ചായിരിക്കും അത് എഡിറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. ആ വിഷ്വൽസ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എത്ര ടെക്നോളജി ചെയ്യുന്നതിനും ശരിയാവില്ല. ഇവിടെ നിങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറ ഇവിടെ വെച്ചു, ക്യാമറമാൻ അത് ചെയ്യുന്നതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് പ്രോപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രയോജനമില്ലല്ലോ. ഇത് എസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളിലുണ്ട്. ഇപ്പോൾ ക്യാമറയിലാണെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിലാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ ഇത് ചെയ്യേണ്ടതുള്ളതാണ്. ചിലതിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ നാഷണലിലോ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചാനൽസ് എടുത്ത് നോക്കിയാൽ ഇവിടെ നടക്കുന്ന പോലെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അവിടെ നടക്കുന്നില്ല. യു ഡോണ്ട് സീ ഇറ്റ് ഇൻ BBC-യോ CNN-ലോ ഒക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ പേരിലാണ് വരുന്നത് വെച്ചിട്ടുണ്ട്. അവരുടെ കണ്ടൻറ്റ് പ്രസൻറ്റേഷനും അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ടാണ് അവരെ ആൾക്കാർ കാണുന്നത്. ഒരു ടെക്നോളജി മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഒരു വ്യൂവറുടെ ഒന്നും കാണത്തില്ലല്ലോ. ടെക്നോളജി ഈസ് റിക്വയർഡ് ബിക്കോസ് ടു എൻറിച്ച് യുവർ പ്രസൻറ്റേഷൻ, യുവർ ക്വാളിറ്റി, യുവർ പാക്കിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. പാക്കിങ്ങിനകത്ത് വരുന്നത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്നതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ എത്ര നല്ല പാക്കേജ് ആയിരുന്നാലും കാര്യമില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ആദ്യം നമ്മളൊരു മോളിൽ വല്ലതും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് സാധനം എന്താ വാങ്ങിക്കേണ്ടത് അറിയത്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ റാപ്പറോ കാർട്ടണോ അതിൻ്റെ കളറോ ഈ കാര്യങ്ങൾ നോക്കിയെന്ന് വരും. എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റേഴ്സ് ഇസ് എ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരാൾ എൻ്റെ പ്രേക്ഷകനത് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഹീ ഗെയിൻ സംതിങ് ഔട്ട് ഓഫ് ദാറ്റ്. അതുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യും. ആ വാച്ച് ചെയ്യുന്നത് അതിൻ്റെ പാക്കേജ് ഈ റാപ്പറൊക്കെ മാറ്റി കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ദെയിൽ വാച്ച്. അതല്ല അതിനകത്ത് പൊത്തി പോയ കശുവട്ടി പരിപാലിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കത്തില്ലല്ലോ. സോ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എ കണ്ടൻറ്റ് ആൻഡ് എ ക്വാളിറ്റി. ആ ക്വാളിറ്റി ആൻഡ് ദാറ്റ് കണ്ടൻറ്റ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓഫ് ഹെൽപ്പ് ടു ദ വ്യൂവർ. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ടെക്നോളജിയിൽ വി ഓൾസോ ഇൻവെസ്റ്റ്. പക്ഷേ അതൊരു കോമ്പറ്റീഷനായിട്ട് വെച്ചിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഏഷ്യൻ ന്യൂസ് ആദ്യം തൊട്ടേ എടുത്തുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് വാർത്തകളിലേക്ക് ഫോക്കസ് നിർത്തുന്നത് തന്നെയായിരുന്നു. ബുള്ളറ്റിനുകൾ തന്നെയായിരുന്നു നമ്മൾ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൈവ് കൾച്ചർ ഇപ്പം ക്രീപ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു സ്വഭാവമാണ്. അതിന് പിന്നാലെ ഏഷ്യൻ ന്യൂസ് പോലും ഒരു പരിധിവരെ പോകുന്നുണ്ട്. അപ്പം എവിടെയാണ് നമ്മുടെ ഒരു where do we draw a line on what we should do? Personally, I disagree with a lot of things that's happening. അല്ലേ, അത് അൺനെസറി ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് വെച്ചിട്ട് എത്ര നാളത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എത്ര സമയം അതിനകത്ത് ഫോളോ ചെയ്യണം. ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ അത് എവിടം വരെ പോകണം, നാട്ടിലുള്ള ട്രെയിനിലൊക്കെ കയറിയിട്ട് അന്വേഷിക്കണം. ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജേർണലിസ്റ്റിൻ്റെ ജോലിയല്ലല്ലോ. പക്ഷേ ആ രീതിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് യു ആർ മിസ്സിങ് എ ലോട്ട് ഓഫ് അതർ ന്യൂസ് അല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങളോ ഒരുപാട് മോശം കാര്യങ്ങളോ ഒരുപാട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളോ മിസ് ചെയ്തു പോകുന്നുള്ളതുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് അതിനകത്ത് നിർത്തിയില്ല. ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂ വന്നിട്ട് ദാറ്റ് ഈസ് എ കറണ്ട് ഇഷ്യൂ വരുന്നല്ലേ. ഏത് ചാനലും അതിനകത്തായിരിക്കും പ്രൊവൻസ് കൊടുക്കുന്നല്ലേ. അതില്ലായിരുന്നെങ്കിൽ ഇന്ന് വാർത്ത കൊടുക്കുന്നതായിരുന്നു നെക്സ്റ്റ് ബേണിംഗ് ഇഷ്യൂ അല്ല. ഇന്നല്ല ഇല്ലായിരുന്നെങ്കിൽ പോപ്പിൻ്റെ ഇലക്ഷനാണ് വരുന്നുള്ളൂ. ഇന്നുവരെ വരുന്നുണ്ടല്ലോ. അവിടെ പേപ്പൽ കോൺക്ലേവും അതിനകത്ത് ഇലക്ഷനും പുക വന്നോ വെളുത്ത വന്നോ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ വരുന്നതിനകത്ത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിവിടെ പ്രയോറിറ്റി ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്നു. അതിനകത്ത് എല്ലാ ചാനലും ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലും ഉണ്ടല്ലോ ഗ്രൗണ്ട് സീറോയിലും ആൾക്കാരെ വിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുള്ളുണ്ട്. ആ റിപ്പോർട്ടിങ്ങിനകത്ത് വെച്ചിട്ടും ആരെങ്കിലും എന്തെങ്കിലും അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ നമ്മൾ പറയുമ്പം നമ്മുടെ ആൾ അവിടെ ഉണ്ട്, അവരുടെ ആൾ അവിടെ ഉണ്ട്, എൻ്റെ ആൾ അവിടെ ഉണ്ടെങ്കിൽ മറ്റേ ആളുടെ ആൾ അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ പോയി കണ്ടുവരുന്നേ ഉള്ളൂ.
അറ്റ് ദ സെയിം ടൈം വേറെ റെസ്ട്രിക്ഷൻ ഈ കൊടുക്കുന്ന വിഷ്വൽസിനകത്ത് ഗവൺമെൻറ് തരുന്നതോ ഡിഫൻസ് ഓഫീസർ അവർ തരുന്നതോ ആയിട്ടുള്ള വിഷ്വൽസ് അല്ലാണ്ട് കൊടുക്കരുതെന്നും ഗസ്റ്റിനെ എടുക്കുന്നുണ്ടല്ലോ, ഗസ്റ്റിനെ എടുക്കുന്നതിനകത്തുള്ള റെസ്ട്രിക്ഷൻസും ഗൈഡ് ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. ഇപ്പം കുവൈറ്റ് വാർ വന്നപ്പോഴത്തേക്ക് അന്നാണല്ലോ ടി വി പിന്നെ CNN ഇത് കാണിച്ചപ്പോഴത്തേക്കാണല്ലോ പിന്നെ ടി വിയിൽ അത് കൂടുതൽ കാണുകയും പിന്നെ എത്ര ദിവസം ആൾക്കാരിരുന്നത് കണ്ടുകൊണ്ടിരുന്നുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സിറ്റുവേഷൻസിനകത്ത് യു ഹാവ് ടു ഡു ഇറ്റ്. പക്ഷെ അതൊരു ട്രിവിയലൈസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പം ദാറ്റ്സ് ആൻ ഇഷ്യൂ. സാധാരണ ന്യൂസ് പ്രേക്ഷകർ ഉണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, എന്താണ് സ്പിരിറ്റ് ഓഫ് ദി ടൈമായിട്ട് മാറുന്നത്? അതായത് ഒരു സാധനം സ്പിരിറ്റ് ഓഫ് ദി ടൈമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചാനൽ അതിനെ ഫോളോ ചെയ്യുകയാണോ, അതോ ചാനൽ പുഷ് ചെയ്യുന്ന ഒരു സാധനം സ്പിരിറ്റ് ഓഫ് ദി ടൈമായിട്ട് മാറുകയാണോ ചെയ്യുന്നത്? ഇപ്പം ഞാൻ വാർത്ത കാണുമ്പോൾ പണ്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, പേപ്പറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അതിനകത്ത് ക്രൈം വാർത്തകളും ബാക്കിയുള്ള അതുപോലെ ഉണ്ടല്ലോ സ്ലീസി വാർത്തകളും ഇങ്ങനെ സാധനങ്ങൾ മാത്രമേ വരുള്ളായിരുന്നു. അത് വായിക്കുമ്പോഴത്തേക്കും നമ്മളെവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞിട്ട് വായിക്കുള്ളായിരുന്നു. ഇന്നിപ്പം മെയിൻ സ്ട്രീം പേപ്പേഴ്സും മെയിൻ സ്ട്രീം ഇതിനകത്തും വരുന്നത് അതാണ് പിന്നെ ഫ്രണ്ടിൽ വരുന്ന വാർത്ത. അതിന് പിന്നെ നമ്മളുടെ കുറ്റമല്ല, പക്ഷേ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതാണ്. വാർത്തകൾ വരുന്നതിനകത്ത് നിന്ന് ഒരു നല്ല വാർത്ത പോകുന്നതിനേക്കാളും ക്രൈം വരികയാണെങ്കിലോ ക്രൈം ബുള്ളറ്റിൻസിനകത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നുള്ളത്. ദി വോണ്ട് വാച്ച് ദ ക്രൈം എന്താണെന്നല്ലേ. അതാണോ വാർത്ത എന്ന് ചോദിച്ചാൽ ഇതല്ല. ഇപ്പോൾ വി ഹാവ് ക്രൈം ബുള്ളറ്റിനുള്ളതുണ്ട്, യുനോ 10:30 വി ഹാവ് FIR എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈ സ്ലോട്ട്, ദാറ്റ് ഇസ് ഹൈലി റേറ്റഡ് slot for every news channel. The crime bulletin will be the, and any crime, therefore you play it through 24 hours. ഇത് വന്നു അവിടെ വന്നു അതിൻ്റെ എല്ലാ വശങ്ങളും പിന്നെ കാണിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് നിൽക്കുന്നത്. അതാണോ ജേർണലിസം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് സംതിങ് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. ന്യൂസിൻ്റെ സ്വഭാവത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാന മാറ്റങ്ങളിലൊന്ന് അതിൻ്റെ സ്പീഡിനുണ്ടായിട്ടുള്ള വർധനമാണ് അല്ലേ സാർ? അത് കണ്ടുവന്ന ഒരാളായതുകൊണ്ടുകൂടെ ചോദിക്കുന്നത്, ഇത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഇത്ര സെൻസേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ, സെൻസേഷണലൈസ് ചെയ്യുന്ന രീതിയിൽ വാർത്ത കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ട് എന്ന് ആസ് എ പേഴ്സൺ റണ്ണിങ് ദ ചാനൽ തോന്നിയിട്ടുണ്ട്? ഇതെല്ലാം വെച്ച് ഇപ്പോൾ ഇതിനകത്ത് ബാർക്കിൻ്റെ റേറ്റിംഗ് വരുമ്പോൾ വി ഗെറ്റ് മിനിറ്റ് ബൈ മിനിറ്റ് ഇപ്പോൾ ഇരിക്കുന്ന മൂവ്മെൻറ്റ്സ് ഉള്ളതല്ലേ, എത്രയായിരുന്നു റേറ്റിങ്ങിന് ഈ വരുന്നുള്ളത്. ഏത് വാർത്ത വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ ഒരു ആദ്യത്തെ ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് കൂടുതലിനകത്ത് ആൾക്കാർ നിൽക്കുന്നില്ല. ഈ പറയുന്ന ഈ 24 hours കൊണ്ടുപോകുന്ന സാധനമില്ലേ, ഈ കൊണ്ടുപോകുന്ന സാധനത്തിനകത്ത് വന്നിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ റൗണ്ട് അപ്പ് ബുള്ളറ്റിൻസും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടായിരുന്നല്ലേ. ഇവിടെ വന്നിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ചാനലുകളിൽ ഞങ്ങൾ കാണിക്കുന്ന ആവേശമൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കില്ല. ഈ റേറ്റിംഗിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഇപ്പോൾ പകലതിനകത്ത് വന്നാൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് വന്നു, അതിലേക്ക് വന്ന ആൾക്കാർ വന്നത് കണ്ടിട്ട് പോയി. ഇത് ഈ 24 hours ഈ ആൾക്കാർ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആളുകൾക്ക് വേറെ പണികളില്ലേ, അത് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റ് മുമ്പ് അവിടെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവൻ എണീറ്റ് പോകുന്നുള്ള നാട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ ആരോരോട് ഇരിക്കുന്നില്ല. മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ കാണുന്നുണ്ടല്ലോ, കാണുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കാണുന്നുണ്ട്? ഇവരാരും മുഴുവൻ സമയം ഇരുന്ന് കാണുന്നില്ല. ഒരു ഫിലിം കാണാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് കണ്ടുവന്ന് വരും. വാർത്ത കാണാനിരിക്കും വന്നു നോക്കി പോയി എന്നിട്ട് വന്നിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കിയാലും വീണ്ടും ഇത് കാണും. പിന്നെ വരുന്ന അതിനകത്തൊരു ആളുകളിങ്ങനെ വന്ന് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യു ഷോ ഇറ്റ് കണ്ടിന്യൂസ്ലി ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല വാർത്തകളല്ലാതായി പോവുകയും മുങ്ങിപ്പോവുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാർത്തയിൽ നമ്മൾ നിന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞ് അതിലേക്ക് സമയം പോകുന്നതുകൊണ്ട് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മടി വരും, എന്തിങ്ങനെ പോയാൽ എന്ത് ചെയ്യുന്നുള്ളതുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ വാർത്തയ്ക്കിടയിൽ ഞാനെന്നോ എൻ്റെ അഭിപ്രായമെന്നോ തുടങ്ങിയ വാക്കുകളൊന്നും നിരോധിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ വാർത്താവതരണത്തിൽ അതൊക്കെ കടന്നു വരുന്നുണ്ട് പല ചാനലുകളിലും. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ചാനലുകൾ പ്രധാന സമയം എന്ന് പറയുന്നത് പ്രൈം ടൈം എന്ന് പറയുന്ന സമയത്ത് നടക്കുന്ന പല പരിപാടികളും ഇപ്പോൾ പക്ഷം പിടിച്ചുള്ള ആങ്കർമാർ തമ്മിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള പോരുകളായിട്ടൊക്കെ മാറുന്ന ചാനലുകളടക്കം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തെ വാർത്താ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് സാറ് ശുഭോദർക്കമായിട്ടാണ് കാണുന്നത്, അതോ കലാപരിപാടി എന്ന രീതിയിൽ കാണുന്നതിനകത്ത് എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു വാർത്താ ചാനലിൻ്റെ വാർത്താ പരിപാടി എന്നുള്ള രീതിയിൽ എനിക്ക് അതിനോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു ഡിസ്കഷനകത്ത് നമ്മൾ 4 ഗസ്റ്റിനെ ഇരുത്തി കഴിഞ്ഞാൽ ആ 4 ഗസ്റ്റിനുണ്ടല്ലോ പിന്നെ 4 അഭിപ്രായം ഉണ്ടായിരിക്കും. ആ 4 അഭിപ്രായങ്ങളാണ് അവിടെ കാണുന്നുള്ളത്. അത് പക്ഷേ അതിനകത്ത് ഇൻവോൾവ് അല്ല. ഈ അഭിപ്രായങ്ങൾ നമ്മൾ പറയിക്കുന്നു. ഇതിൽ വരുമ്പം ചാനൽ പ്രതിനിധികൾ മാത്രമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ബിക്കംസ് ഓവർ എ പീരീഡ് ഓഫ് ദാറ്റ് ദേ വിൽ ബി അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഐഡിയോളജി. അങ്ങനെ വരുന്ന പോകുന്നത് ഒരു ദീർഘവീക്ഷണത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേരുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. വേറുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊടുക്കാനുള്ള വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു, അവർ പറയുന്നു, പോകുന്നു.
ചാനലിൻ്റെ നിഷ്പക്ഷതയ്ക്ക് ഒരു പക്ഷേ അത് കോട്ടം തട്ടിക്കാൻ സാധ്യത ഉണ്ടല്ലോ. നിഷ്പക്ഷത എന്നൊക്കെ പറയുന്നത് 100% ഉണ്ടല്ലോ, നിഷ്പക്ഷമായിരിക്കണമെന്നില്ല അല്ലേ. അത് തന്നെ ഒരു പക്ഷമാണ് അല്ലേ ഈ പറയുന്നുണ്ടല്ലോ. പക്ഷേ ചാനൽ കൊടുക്കേണ്ടത് വസ്തുതകൾ എന്താണെന്നുള്ളതല്ലോ കൊടുക്കുക. അതിൻ്റെ വാർത്തയ്ക്ക് പിന്നിലുള്ള വാർത്തകളുണ്ടെങ്കിൽ അത് കൊടുക്കുക. ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനാലിസിസ് കാര്യങ്ങൾ കൊടുക്കുക. ഈ കാര്യങ്ങൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ വന്നിട്ട് അങ്ങനെ ഇവരെ കുറേ കൂടെ പ്രേക്ഷകരെ കുറച്ചുകൂടെ എംപവർ ചെയ്യുന്നൊരു രീതിയിൽ പോകുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം. സാറ് ഏതൊരു ചാനലിൻ്റെയും വിജയം എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പം സാർ ഒരു വലിയൊരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ളൊരു തോട്ട് പ്രോസസ് എന്താണ്? എങ്ങനത്തെ ആളുകളെയാണ് സാറിന് വേണ്ടി വരിക? ഇപ്പം ഞാനിപ്പോൾ ഇന്നൊരു പുതിയ ചാനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീമിനെ എല്ലാം ഞാൻ വന്നിട്ടുണ്ടല്ലോ റിക്രൂട്ട് ചെയ്യണം. ഇതങ്ങനെ ഒന്നല്ല, ഇത് ഓരോ പീരീഡ് ഓഫ് 30 ഇയേഴ്സിലുണ്ടല്ലോ. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ 30 വർഷം 25 വർഷം 30 വർഷം പിന്നെ ഏഷ്യാനെറ്റിൻ്റെ കൂടെ നിൽക്കുകയും അതിനകത്ത് വർക്ക് ചെയ്യുകയും അവസരങ്ങൾ കിട്ടിയിട്ട് പോകാണ്ടിരിക്കുകയും ചെയ്യുന്ന പിന്നെ ആളുകളുണ്ട്. അവർ വാർത്തയോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു ഇമേജ് പ്രൊജക്റ്റ് ചെയ്യാമെന്നോ എനിക്കൊന്ന് മറ്റുള്ള ചാനൽ വെച്ച് നോക്കുമ്പോൾ ഏഷ്യാൻ ന്യൂസിലെ പല ആൾക്കാരെയും ഉണ്ടല്ലോ, അവർ അതിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന അവരങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ ഒരു നിർബന്ധിക്കാറുണ്ടെങ്കിലും ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 തരത്തിലാണ് നമ്മളിപ്പോൾ ആളെ എടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ തന്നെ ട്രെയിനീസിനെ എടുത്തിട്ടുണ്ടല്ലോ. ട്രെയിനീസിനെ എടുത്തിട്ട് ആ ട്രെയിനീസിനെ അതൊരു പിന്നെ പ്രോസസ്സായിട്ടുണ്ടല്ലോ. പ്രോസസ്സ് വന്ന് 10-15 പേരൊക്കെ അപ്ലൈ ചെയ്യുന്നതിനകത്തുനിന്ന് അവസാനം അത് വന്ന് ടെസ്റ്റും പിന്നെ ഇൻ്റർവ്യൂവും പ്രിലിമിനറി ഇൻ്റർവ്യൂവും ക്യാമറ ടെസ്റ്റും മറ്റുള്ളതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോൾ എടുക്കുന്ന 5-10 പേരെ ആയിരിക്കും എന്ന് വരുന്നുള്ളത്. അവരെ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫീൽഡ് എക്സ്പോഷർ കൊടുത്ത് സീനിയർ ആൾക്കാരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനായിട്ട് വെച്ച് അവരുടെ മെൻറ്ററിങ് നടത്തി അങ്ങനെയാണ് പിന്നെ ഗ്രാജുവലായിട്ട് മുകളിലേക്ക് വരുന്നുള്ളത്. ആ പ്രോസസ്സിൽ വി ഗെറ്റ് ടു നോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരെ കിട്ടും. ഡിഫറെൻറ്റ് ടാലൻസിലുണ്ടാവും. ആ ടാലൻസിൽ അതിനോട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം വിട്ടിട്ട് വേറെ ഏതെങ്കിലും പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരതിൽ നിന്നുള്ള പോയി ട്രെയിനിങ് പീരീഡിൽ തന്നെ. ഈ ട്രെയിനിങ് നടക്കുന്നിടത്ത് ജേർണലിസം ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. പല ആൾക്കാരും വി ഹാവ് ഫോണ്ട് ദാറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് വരുന്നതിനേക്കാളും ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ന്യൂസിനോടൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രെയിൻ ദ മോർ എ പീരീഡ്. അവർക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് വേണമെന്നുള്ളേ ഉള്ളൂ. ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസ്റ്റിലെടുത്തു എന്ന് വിചാരിച്ചിട്ടൊരു ഒരാൾ ജേർണലിസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റിൽ കൂടെ വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. ചില സമയത്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുതിയ ചാനലുകളൊക്കെ വരുമ്പോൾ വി കാൺട്ട് ഹെൽപ്പ് പിന്നെ കുറച്ച് ആളുകൾ നമ്മളെ വിട്ടുപോകുന്നുള്ളത്. ആ വിട്ടുപോകുമ്പം ഇമ്മീഡിയറ്റായിട്ട് നമ്മളത് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു ലുക്ക് ഫോർ ലാറ്ററൽ എൻട്രീസ് വരുന്നല്ലേ. വേറെ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ എടുക്കുന്നത്. അത് കഴിയുന്നത്ര ഉണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോൾ വളരെ ചൂസ് ചെയ്തിട്ടുള്ള ഇത് എടുക്കാറുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മൾ തന്നെ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെയൊരു ടീമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് വരുമ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്നും വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വരുന്നതാണ് ഇതുവരെയുള്ള അനുഭവം. സാറ് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഈ ചാനലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പല ഘട്ടങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. കുട്ടികൾ പണ്ടത്തെ പോലെ ഇപ്പം ജേർണലിസം ഒരു പാഷനായിട്ട് എടുത്ത് പഠിക്കാൻ വരുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അഡ്മിഷൻ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ചേരുന്ന ആൺകുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഇടിവുകളുണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന ആൾക്കാരിലുണ്ടല്ലോ ഇതുവരെ കിട്ടിയിരിക്കുന്നതിനകത്ത് ഇപ്പം നമ്മൾ എല്ലാ വർഷവും കിട്ടുന്നതിനകത്ത് നിന്ന് വി ഗെറ്റ് ഗുഡ് പീപ്പിൾ. അതിൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അവർ ജേർണലിസം ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരിക്കണമെന്നില്ല. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ എടുത്തതിനകത്ത് ആരും ജേർണലിസം എടുത്തുള്ളവരില്ലായിരുന്നു. എടുത്തതിനകത്തുള്ളതുണ്ട് 5-6 പേരെ തന്നെ എടുത്തുള്ളത്. അവരൊക്കെ വേറെ പല ഡിസിപ്ലിനിലും വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ദേ ഹാവ് ദ അവെയർനെസ്, മറ്റുള്ള കറണ്ട് അഫയേഴ്സിനെ പറ്റി അറിയാം, നടക്കുന്നതിനെന്നുള്ള പറ്റി അറിയാം, അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അറിയാം. അവരെ അതൊരു ഷേപ്പിലാക്കി കൊണ്ടുവരാനായിട്ട് നമ്മുടെ ടീമിന് സാധിക്കുകയും ചെയ്യും. അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കുള്ളത് അങ്ങനെ ഒരു പിന്നെ ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പുതിയ ആൾക്കാർ വരുന്നത് പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ വരുന്നുണ്ടല്ലോ, അവർ ദേ ആർ റെഡി ടു പ്രസൻറ്റ് ന്യൂസിനെ ഡിഫറെൻറ്റ് വേ. ഇപ്പോൾ എൻ്റെ 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വരുന്ന ന്യൂസ് പ്രസൻറ്റേഷൻ ഉള്ളതുകൊണ്ടല്ലോ പിന്നെ അവർ വഴങ്ങില്ല. അവർക്കത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പുതിയ ആളെ ഉണ്ടല്ലോ, പുതിയ ആളെ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലും ഇപ്പം പിന്നെ എൻ്റർടൈൻമെൻറ്റ് രീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റും. മിക്സ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ഇവിടെ ആൾക്കാർ വരുന്നുള്ളതല്ല. വി ഗെറ്റ് ന്യൂസ് മേക്കിംഗ് ബിസിനസ്, ന്യൂസ് മീഡിയ ബിസിനസ്സിൽ ഹയർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് ഇതിൽ ഇമർജിങ് ട്രെൻഡുകൾ അറിയണം, വാർത്തകൾ ഓഫ് കോഴ്സ് അപ് ടു ഡേറ്റ് ആവണം. അപ്പം ആസ് എ CEO ഓഫ് ദിസ് ചാനൽ എങ്ങനെയാണ് ഒരു ഡെയിലി റുട്ടീൻ
പോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് റൊട്ടീൻ വി നോ യു പുട്ട് ദ റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് പ്ലേസ് അല്ലേ. അപ്പോൾ ആര് എന്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് അതിന് ആൻസറബിൾ ആയിട്ടുള്ള അതിൻ്റെ ഹൂസ് ഓണർഷിപ്പ് എന്നുള്ളതുണ്ടല്ലോ അത് അറിഞ്ഞിരിക്കുക. പിന്നെ വാർത്തകൾ ജനറലി നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു 3-4 ചാനൽ ഓൺ ചോദിച്ചിട്ടുണ്ടാവും. ഒരെണ്ണത്തിനകത്തുള്ള ഞാൻ ഇടയ്ക്ക് തന്നെ ഫ്ലിപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഏതെങ്കിലും നമ്മുടെ ചാനലിലൊന്നും കാണാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആലോട്ടനോ ചെയ്ത് വരുന്നുള്ളത്. എല്ലാ വാർത്തയും ഞാൻ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഒരു സമയത്ത് ഞാൻ 8-10 പേപ്പർ വായിക്കുമായിരുന്നു. പിന്നെ ഞാനത് ഒന്നും വായിക്കാണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ 1-2 മാസം അടുപ്പിച്ച് ഒന്നും വായിക്കാണ്ടിരുന്നിട്ടുണ്ട് കുറേ. പിന്നെ അത് വാർത്ത ഞാൻ എല്ലാം അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ലായിരുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഐ എം ഹാൻഡ്ലിങ് കന്നഡ ചാനൽ ഇപ്പോൾ ഉണ്ടല്ലോ വരുന്നുണ്ട്. അതിനകത്ത് വി ആർ മേക്കിംഗ് സം ചേഞ്ചസ്. എനിക്ക് കന്നഡ അറിഞ്ഞൂടാ, കന്നഡ പേപ്പർ വായിക്കാറില്ല, വരുന്നില്ല. അവിടെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്യുന്നുള്ളുണ്ട്. അവരെ ഒരു ഇത് വന്നിട്ട് ദേ ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യാന്നുള്ളുണ്ടല്ലോ. വാട്ട് ഈസ് ബേസിക്കലി റിക്വയർഡ് ഈസ് യു ഹാവ് ദ റൈറ്റ് പീപ്പിൾ എംപവർഡ് ആൻഡ് പ്ലേസ് ദം അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഗിവ് ദം ദ ഫ്രീഡം ടു ഹാൻഡിൽ ഇറ്റ്. അത് എല്ലാ സമയത്തും ചെന്നിട്ട് ഞാൻ ചെന്നിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുറകെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ പിന്നെ താൻ ചെയ്യുന്ന പറഞ്ഞിട്ട് വരുതേ ഉള്ളൂ. എല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്ക് വരും അല്ലേ. സോ ഐ ഡോണ്ട് മൈക്രോ മാനേജ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.